ലോകത്തിലെ 36 ജൈവവൈവിധ്യ കലവറകളിൽ 4 നമ്മുടെ രാജ്യത്താണ്. ഹിമാലയം, പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ, ആൻഡമാൻ നിക്കോബർ ദ്വീപസമൂഹങ്ങൾ എന്നിവയാണവ. ഇനി എന്താണ് ജൈവവൈവിധ്യ കലവറ എന്ന് നോക്കാം. ജൈവമണ്ഡലത്തിൽ ജീവജാലങ്ങളെ പ്രകൃതി തുല്യമായിട്ടല്ല വിഭജിച്ചിരിക്കുന്നത്. ഭൂമധ്യരേഖ പ്രദേശത്തെ നിത്യഹരിത മഴക്കാടുകളിലും ഉഷ്ണമേഖലാ സമുദ്രത്തിലെ പവിഴപ്പുറ്റുകളിലും തീരദേശ ചതുപ്പുകളിലുമാണ് ഏറ്റവുമധികം വൈവിധ്യവും സാന്ദ്രതയുമുള്ള ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. ധ്രുവപ്രദേശങ്ങളിലും പർവ്വതതലപ്പുകളിലും മണലാരണ്യങ്ങളിലും ജൈവസമ്പത്ത് വളരെ പരിമിതമായ തോതിലേ കാണപ്പെടുന്നുള്ളൂ. ഇതിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ജൈവവൈവിധ്യ കലവറ എന്ന ആശയം. ആദ്യമായി നിർദ്ദേശിച്ചത് 1988 ഒരു ബ്രിട്ടീഷ് ജീവശാസ്ത്രകാരനായ ഡോക്ടർ നോർമൻ മയേഴ്സാണ്. ജൈവപരമായി വളരെയധികം വൈവിധ്യം നിലനിൽക്കുന്നതും ഗൗരവതരമായ നിലനിൽപ്പ് ഭീഷണി നേരിടുന്നതുമായ ഭൂവിഭാഗങ്ങളെയും ജൈവമേഖലകളെയുമാണ് ജൈവവൈവിധ്യ കലവറകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിലേക്ക് വരാം. മഹാരാഷ്ട്ര ഗുജറാത്ത് അതിർത്തിയിലെ താപ്തി മുഖം മുതൽ തെക്ക് കന്യാകുമാരി വരെ എത്തി നിൽക്കുന്ന 1600 കിലോമീറ്റർ നീളമുള്ള 6 സംസ്ഥാനങ്ങളിലൂടെ അറബിക്കടലിനു സമാന്തരമായി കടന്നു പോകുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിലെ പ്രായം ചെന്ന പർവ്വതനിരകളിലൊന്നാണ് പശ്ചിമഘട്ടം. ഭൗമശാസ്ത്രപരമായി പറഞ്ഞാൽ 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മഹാഭൂഖണ്ഡമായ പാൻജിയ വിഭജിച്ചുണ്ടായ ഗ്വാണ്ടാനയുടെ ഒരു ഭാഗം അടർന്ന് വടക്കേ ദിശയിലേക്ക് നീങ്ങുകയും കാലാന്തരത്തിൽ ഏഷ്യൻ വൻകരയുമായി കൂട്ടിയിടിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ അഗ്നിപർവ്വത കേന്ദ്രങ്ങൾക്ക് അഭിമുഖമായി നീങ്ങിയതിനാൽ തുടർച്ചയായി അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി ലാവ അടിഞ്ഞുകൂടി പർവ്വത ശൃംഖലകൾ രൂപമെടുക്കുകയും ചെയ്തു. 45 തൊട്ട് 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായ വിള്ളലുകളുടെയും വലിച്ചിലുകളുടെയും പരിണിതഫലമാണ് ഇന്ന് കാണുന്ന പശ്ചിമഘട്ടം. മഡഗാസ്കറിലും പശ്ചിമഘട്ടത്തിലും ഒരുപോലെ കാണപ്പെടുന്ന മിർസ്റ്റിക്ക ചതുപ്പുകളും മൂക്കൻ തവളയും ഈ സിദ്ധാന്തത്തിന് ഉപോത്ബലമായ തെളിവുകളാണ്. പടിഞ്ഞാറ് തീരദേശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ ഡക്കാൻ പീഠഭൂമിയിൽ കുന്നിൻ നിരകളുമായി താദാത്മ്യം പ്രാപിക്കുന്നു. അറേബ്യൻ സമുദ്രത്തിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തി വർഷത്തിൽ 2000 മില്ലിമീറ്ററോ അതിലധികമോ മഴ പെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. ഇന്ത്യയിൽ ജൈവവൈവിധ്യത്തിൻ്റെ നിധികുംഭം എന്ന നിലയിൽ കിഴക്കൻ ഹിമാലയം കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം പശ്ചിമഘട്ടത്തിന് അവകാശപ്പെട്ടതാണ്. നിത്യഹരിത ഉഷ്ണമേഖലാ വനങ്ങൾ, ചോലമരക്കാടുകൾ, പുൽമേടുകൾ, ചെങ്കൽ പീഠഭൂമികൾ, വരണ്ട വൃക്ഷക്കാടുകൾ, വരണ്ട മുൾച്ചെടി വനങ്ങൾ തുടങ്ങിയവയെല്ലാം പശ്ചിമഘട്ടത്തിൽ യഥേഷ്ടമുണ്ട്. ഇവയിൽ പലതും സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രമെന്ന നിലയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. കേരളത്തിലെ 44 നദികളും ഉദ്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. കൂടാതെ കിഴക്കോട്ടൊഴുകുന്ന വൻ നദികളായ കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നിവയും പശ്ചിമഘട്ടത്തിലാണ് പിറവിയെടുക്കുന്നത്. ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലാണ്. 2695 മീറ്ററാണ് ഉയരം. 1200 മീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം. 100 കിലോമീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി വീതി. പശ്ചിമഘട്ടം നരവംശവൈവിധ്യത്തിൻ്റെ ഈറ്റില്ലം കൂടിയാണ്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജീവിത രീതികൾ, കാർഷിക രീതികൾ, ആരാധന തുടങ്ങി ആഹാരത്തിലും വൈവിധ്യം പുലർത്തുന്ന വിവിധ ആദിവാസി ഗോത്രങ്ങൾ പിറവി കൊണ്ടതും വന്നു പുലർന്നതും പശ്ചിമഘട്ടത്തിലെ വനാന്തരങ്ങളിലാണ്. കാലാവസ്ഥ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ആർദ്രത, അന്തരീക്ഷ ഊഷ്മാവ് തുടങ്ങി ജൈവികമായ വിവിധ പാരിസ്ഥിതിക പ്രത്യേകതകൾ ഒന്നായി പ്രവർത്തിച്ച് രൂപപ്പെടുത്തി ഒട്ടേറെ സസ്യജന്തുജാലങ്ങളുടെ വൈവിധ്യത്താൽ സമ്പന്നമാണ് പശ്ചിമഘട്ടം. ഏതാണ്ട് 4000 ഇനം പുഷ്പച്ചെടികൾ അഥവാ രാജ്യത്തെ മൊത്തം പുഷ്പിക്കുന്ന ചെടിവർഗ്ഗങ്ങളുടെ 27% ഇവിടെയുണ്ട്. 645 നിത്യഹരിത വൃക്ഷ ഇനങ്ങളിൽ 56% പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നവയാണ്. ചെറു സസ്യവിഭാഗത്തിൽ 850 തൊട്ട് 1000 ഇനങ്ങൾ ഉൾപ്പെടുന്നു. ഉറുമ്പുകളിൽ 20%, ചിത്രശലഭങ്ങളിൽ 11%, തുമ്പികളിൽ 40%, ഒച്ചുകളിൽ 76% തദ്ദേശീയമായതാണ്. പശ്ചിമഘട്ടത്തിൽ 288 മത്സ്യ സ്പീഷീസുകളുണ്ട്. 41% തദ്ദേശീയമായവയാണ്. ഇവിടെയുള്ള 220 ഉഭയജീവികളിൽ 78% തദ്ദേശീയമാണ്. 225 ഉരഗങ്ങളിൽ 62% തദ്ദേശീയമാണ്.
പക്ഷികളുടെ 500 സ്പീഷീസുകളും 120 സസ്തനികളും കാണപ്പെടുന്നുണ്ട്. ഏഷ്യൻ ആനകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും പശ്ചിമഘട്ടത്തിലാണ്. കൂടാതെ കടുവ, കാട്ടുനായ, കാട്ടുപോത്ത് എന്നിവയും ഇവിടെ തന്നെയാണ് കാണപ്പെടുന്നത്. കുരുമുളക്, ഏലം, മാവ്, പ്ലാവ്, ചന്ദനം തുടങ്ങിയ വിളകളുടെ വന്യശേഖരങ്ങളും ഇവിടെയുണ്ട്. തദ്ദേശീയ ജീവജാതികളുടെ വൈവിധ്യം കൊണ്ട് 2012 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തു.